ഹായ് ഗൈസ്, ഇന്ന് എനിക്ക് സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് അത്രയൊന്നുമില്ല. എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു ദിവസമാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് എനിക്ക് പണ്ട് തൊട്ടേ ഒരു അബദ്ധം പറ്റാറുണ്ട്. അത് വേറൊന്നുമല്ല, ഞാൻ എല്ലാ ആൾക്കാരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ എല്ലാരെയും കണ്ണടച്ച് വിശ്വസിച്ച് അവസാനം എന്താ പറയാ, നമ്മുടെ മുന്നിൽ വന്നിട്ട് ചിരിച്ചു നിൽക്കുന്ന ഒരു പിന്നിൽ കൂടി കുത്തുന്നുണ്ടെന്ന് എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ എന്താ പറയാ, അതാണ് ഞാൻ സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞത്. വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാവരുടെയും തനി സ്വഭാവം മനസ്സിലായി. അപ്പം എനിക്കതൊരു സ്പെഷ്യൽ ഡേ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എത്ര വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ടിരുന്നവരാണ് അവസാനം നിങ്ങളെ ഏറ്റവും വലിയ ശത്രു എന്ന് അറിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ എന്തായിരുന്നു? അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പം എന്താ പറയാ, വിഷമമൊക്കെ ഉണ്ട് എനിക്ക്. അപ്പൊ ഇങ്ങനെ നമ്മൾ കണ്ണടച്ച ഒരാളെ വിശ്വസിക്കാന്ന് വെച്ചു, പക്ഷെ വിശ്വസിച്ച അയാളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അവസാനം അയാൾ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് വരാമെന്ന് വിചാരിച്ച എന്തല്ലേ അവസ്ഥ. അപ്പൊ എന്താ പറയാ, ഈ മനുഷ്യന്റെ മനസ്സ് സത്യത്തിൽ ദൈവത്തിനെ മാത്രമേ അറിയുള്ളൂ. നമ്മള് കണ്ണടച്ച് എല്ലാവരെയും വിശ്വസിക്കും. ഒരാളിപ്പോ എന്നോട് വന്നിട്ട് ചിരിച്ച് സംസാരിച്ചു കഴിഞ്ഞുണ്ടല്ലോ, ഞാനിപ്പോ അയാളിപ്പോ എന്നോടത്ത് ഒരാൾ വന്ന് ചിരിച്ച് സംസാരിച്ച് പൈസയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എടുത്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ ഒരു മനസ്സാണ് എന്റേത്. ആരെങ്കിലും എന്നോ മുന്നിൽ വന്നിട്ട് ചിരിച്ചു കാണിച്ചാൽ ഞാൻ അവരെ എന്താ പറയാ, ചിരിയിലങ്ങ് മയങ്ങിപ്പോയി കേട്ടോ. പക്ഷെ അങ്ങനെ അല്ല, എനിക്കിപ്പോ മനസ്സിലായി എല്ലാവരുടെ മനസ്സും. അപ്പൊ ഞാൻ ഇന്ന് സ്പെഷ്യൽ ഡേ ആന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും തനി സ്വഭാവം എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്കത് ഭയങ്കര സ്പെഷ്യൽ ഡേ തന്നെയാണ് കേട്ടോ. സങ്കടമൊക്കെ ഉണ്ട്, എന്നിരുന്നാൽ പോലും ഞാൻ ചിരിക്കുക തന്നെ ചെയ്യും. ഇനി ആരെയും ഞാൻ വിശ്വസിക്കില്ല കണ്ണടച്ച്. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാന്ന്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞാനിപ്പോ നമുക്ക് ഒരാളോട് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമല്ലേ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരാളോട് ഇതിനൊക്കെ ഷെയർ ചെയ്യും. പക്ഷെ അയാളായിരിക്കും നമ്മളെ ഏറ്റവും വലിയ ശത്രുവായിട്ട് അവസാനം മാറണത്. ചിന്തിക്കാൻ പോലും വയ്യ കേട്ടോ. അപ്പൊ എനിക്ക് സങ്കടം വന്നോണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുത്തത്. അപ്പൊ ഇന്ന് എനിക്ക് എന്തായാലും സ്പെഷ്യൽ ഡേ തന്നെയാണ്. കാരണം എല്ലാവരുടെയും സ്വഭാവം മനസ്സിലാക്കാൻ പറ്റി. അത് ഒത്തിരി ഒത്തിരി നന്ദി, ദൈവത്തിനാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.